കൂളൻ്റ് കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. കെ സീരീസ് വാഗണറാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൂളൻ്റ് ഇങ്ങനെ കുറഞ്ഞു പോകാന്നുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത്. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടായിരുന്നു. ആദ്യം ഇട്ടപ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയില്ല. പിന്നെ കുറേ നേരം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് കിട്ടി. റേഡിയേറ്റർ ആയിരുന്നു ലീക്ക്. റേഡിയേറ്ററിൻ്റെ മേൽ ഭാഗമൊക്കെ ചെറിയൊരു പനിപ്പ് പോലെ ഇങ്ങനെ വിണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷേ ലീക്ക് അടിയുന്നായിരുന്നു. അടിയിൽ ഈ ജോയിൻറ്റിൽ നിന്ന് ഈ മാരുതിയുടെ എല്ലാ വണ്ടികളും ഭൂരിഭാഗം എല്ലാ വണ്ടികളും റേഡിയേറ്റർ എനിക്ക് തോന്നണത് ഒരു 3 വർഷം 4 വർഷത്തിനുള്ളിൽ എന്തായാലും റേഡിയേറ്റർ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ കണ്ടവാണം റേഡിയേറ്ററാണ് മാറിയിട്ടേക്കുന്നത്. ഇതാണ് ഈ ചില സമയത്തെ ലീക്കുള്ളൂ. കസ്റ്റമർക്കാണെങ്കിൽ വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുമ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ്ങിലൊക്കെ ചില സമയങ്ങളിൽ കൂളൻ്റ് കുറഞ്ഞു, ചില സമയങ്ങളിൽ ലീക്കില്ല. അത് ചിലപ്പോൾ ആ ഓടിക്കുന്നതിൻ്റെ ഒരു ഇതും പിന്നെ റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ പ്രഷർ നിൽക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ കറക്റ്റായിട്ട് ലീക്ക് കിട്ടിയായിരുന്നു. ലീക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അത് എവിടെ നിന്ന് മനസ്സിലാക്കി റേഡിയേറ്ററായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ റേഡിയേറ്റർ എന്തായാലും മാറും ചെയ്തു. റേഡിയേറ്റർ റിപ്പയറൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ വില വ്യത്യാസമൊന്നുമില്ല. പുതിയ റേഡിയേറ്ററിന് 3000 സംതിങ് ആണെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1000-1500 റേഞ്ച് വരും. അപ്പോൾ എന്തുകൊണ്ടും പുതിയ റേഡിയേറ്റർ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ മാരുതിയുടെ MGP റേഡിയേറ്റർ തന്നെ മേടിച്ചു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ വില എന്ന് പറയുമ്പോൾ 3000 സംതിങ് എങ്ങാണ്ട് ആയിരുന്നു തോന്നുന്നു. പലരും പറയാറുണ്ട് കൂളൻ്റ് കുറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ലീക്ക് കാണുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ലീക്ക് എന്തായാലും ഉണ്ടാവും. ലീക്ക് ഇല്ലാണ്ട് ഒരു കാരണം വെച്ചാലും കൂളൻ്റ് കുറയത്തില്ല. പക്ഷേ ആ ലീക്ക് എവിടെ നിന്നാന്ന് നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കൂളൻ്റ് കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചില കേസിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ കണ്ടുപിടിക്കാൻ ചെറിയ എളുപ്പമുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ വെള്ളത്തിന് പകരം കൂളൻ്റ് തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. കൂളൻ്റ് ആകുമ്പോൾ നമുക്ക് ലീക്കായി കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ചില റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ലീക്കെങ്കിൽ ബമ്പറിൻ്റെ ഇൻസൈഡിൽ നിന്ന് ചിലപ്പോൾ പനിച്ചു പോകാൻ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ വരുന്ന ഒരു കേസാണ് വണ്ടിയുടെ അകത്തേക്ക്, അതായത് ഹീറ്ററിൻ്റെ ലൈൻ ഡാഷിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങണ്ടാവും. കൂളൻ്റ് കയറി ഇറങ്ങുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാല് ചവിട്ടുന്ന ഭാഗത്ത് അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്തായിട്ട് കൂളൻ്റ് നൈസായിട്ട് ഉള്ളിലേക്ക് മാറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളിൽ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചവിട്ടുന്നിടത്ത് ചിലപ്പോൾ കൂളൻ്റിൻ്റെ കളർ എന്തെങ്കിലും പച്ച കളർ കാണുകയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. പിന്നെ വരുന്നത് ബെൽറ്റിൻ്റെ സൈഡിൽ വാട്ടർ പമ്പ് ഉണ്ടാവില്ല. വാട്ടർ പമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ലീക്ക് വരും. ഈ ലീക്കൊക്കെ ആണെങ്കിൽ ചില സമയങ്ങളിലേക്ക് ചിലപ്പോൾ ലീക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതലും ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ചിലപ്പോൾ ലീക്ക് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് എവിടെയെങ്കിലും ചെന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അടിവശം ഒന്ന് നോക്കുക. ഓഫാക്കി ഇട്ടതിന് ശേഷം ചിലപ്പോൾ നോക്കുക. ചിലപ്പോൾ ഓടിച്ചു കൊണ്ടുപോയി നിർത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും കൂളൻ്റ് ചാടാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് രണ്ടും കണ്ടില്ലെങ്കിൽ വണ്ടിയുടെ അകത്ത് ചിലപ്പോൾ കൂളൻ്റ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.